Hi all, welcome to Medcode classes. ഇന്ന് digestive system ആണ് നമ്മൾ എടുക്കുന്നത്. Okay. So what is digestive system? It involves the breakdown of food into smaller and smaller components until they can be absorbed and assimilated into the body. അതായത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിനെ മാക്സിമം വളരെ ചെറുതാക്കി ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് മാറ്റും. അതാണെന്ത് ഡൈജസ്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. So, digestive tract begin at the lips and end at the anus. നമ്മുടെ മൗത്താണ് ഫസ്റ്റ്, അതായത് ലിപ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആനസിലൂടെ എൻഡ് ചെയ്യുന്നു. ഇതാണ് digestive tract. Okay. It consists of continuous tube known as the gastrointestinal tract, that means GI tract, and accessory organs that contribute digestive enzymes, bile, and hormones. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, അത് GI ട്രാക്ട്. അതിലെന്താ ഫുഡ് ആക്ച്വലി ട്രാവൽസ്. ഈ GI ട്രാക്റ്റിലൂടെയാണ് ഫുഡൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. രണ്ടാമത്തത് അസസറി ഓർഗൻസ് ആണ്. ഈ അസസറി ഓർഗൻസ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ പിക്ചർ നോക്കൂ, ഇതിൽ കണ്ടോ നമ്മുടെ മൗത്ത് പിന്നെ നമ്മള് ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ ആൻഡ് റെക്ടം. സോ പാത്ത് ഓഫ് ഫുഡ് എന്തൊക്കെയാ? മൗത്ത്, സലേവ സ്റ്റാർട്ട് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. പിന്നെ മൗത്തിൽ നിന്ന് ഫാരിങ്സിലേക്ക് പോകും, ഈസോഫാഗസിലേക്ക് പോകും. സ്റ്റൊമക്കിലാണ് ഡൈജഷൻ, പ്രോട്ടീൻസിന്റെ ഒക്കെ ഡൈജഷൻ നടക്കുന്നത്. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, ദെൻ റെക്ടം ആൻഡ് ആനസ്. ഓക്കെ, ഈ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. So gastrointestinal tract, GI tract. GI tract വേറെ പേരാണ് എന്ത്? Alimentary canal. With a long muscular tube that extends from mouth to the anus. Okay. In mouth begins the process of digestion. It mechanically break down the food by chewing, and salivary gland produce saliva containing enzyme like amylase, which begins chemical digestion of carbohydrates. അതായത് മൗത്തിൽ എന്താ നടക്കുന്നോ? രണ്ട് ടൈപ്പ് ഡൈജഷൻ നടക്കുന്നുണ്ട്. മെക്കാനിക്കലും എന്താ പറയുക കെമിക്കൽ ഡൈജഷനും നടക്കുന്നുണ്ട്. ഓക്കെ, മെക്കാനിക്കൽ ബൈ ടീത്തും സലൈവറി ഗ്ലാൻഡ്സ് വഴി കെമിക്കൽ ഡൈജഷനും നടക്കും. ഇനി ആ ഫുഡ് എന്ത് ചെയ്യും? നേരെ ഫാരിങ്സിലേക്ക് വരും, ത്രോട്ട്. ഓക്കെ, ഈ ചൂ ചെയ്തതിനു ശേഷം ഫുഡ് എല്ലാം കൂടെ ഒരു സോഫ്റ്റ് മാസിലേക്ക്, ഇത് കുഴഞ്ഞ രൂപത്തിലേക്ക് ആവല്ലോ, അതിനെയാണ് എന്ത്? ബോളസ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? നേരെ ഫാരിങ്സിലേക്ക് പോകുന്നു. ഈ ഫാരിങ്സിലേക്ക് പോകുന്നത് നേരെ എങ്ങോട്ട് അടുത്തത് പോവാം? ഈസോഫാഗസിലേക്ക് പോകും. ഈ ഈസോഫാഗസിലേക്ക് പോകുന്ന വഴി ഈ ഫാരിങ്സ് കഴിഞ്ഞ് ഈസോഫാഗസിലേക്ക് പോകുമ്പോൾ ആ സൈഡ് അവിടെ തന്നെയാണ് എന്ത്? ട്രക്കിയ ഉള്ളത്. ട്രക്കിയന്റെ വേറെ പേരാണ് എന്ത്? വിൻഡ് പൈപ്പ്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ആണ്. വിൻഡ് പൈപ്പ് എന്താന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദാറ്റ് ഇസ് ട്രക്കിയ. അപ്പൊ ട്രക്കിയയിലേക്ക് ഫുഡ് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എപ്പിഗ്ലോട്ടസ് ഉണ്ട്. ഇറ്റ്സ് എ മസ്കുലർ ഫ്ലാപ്പ്. ഈ ഫ്ലാപ്പ് എന്ത് ചെയ്യും? ഈ ഫുഡ് പോണ സമയത്ത് ഈ വിൻഡ് പൈപ്പ് എന്ത് ചെയ്യും? വിൻഡ് പൈപ്പിന്റെ മുകളിൽ ഈ എപ്പിഗ്ലോട്ടസ് ഒന്ന് ക്ലോസ് ആവും. അപ്പൊ എന്താ? ഫുഡ് ട്രക്കിയയിലേക്ക് കടക്കില്ല. ട്രക്കിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നേരെ പോവുക ലങ്സിലേക്കാണ്. അപ്പൊ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഈ എപ്പിഗ്ലോട്ടസ് ക്ലോസ് ആവും. അപ്പൊ ഫുഡ് എന്ത് ചെയ്യും? നേരെ ഈസോഫാഗസിലേക്ക് പോകും. ഓക്കെ, ഈസോഫാഗസ് ഇറ്റ്സ് എ മസ്കുലർ ട്യൂബ് ദാറ്റ് മൂവ്സ് ഫുഡ് ഫ്രം ഫാരിങ്സ് ടു സ്റ്റൊമക്. ഫാരിങ്സ് നിന്ന് സ്റ്റൊമക്കിലേക്ക് ഫുഡ് പോകും. അതായത് ഫാരിങ്സ് നിന്ന് നേരെ ഈസോഫാഗസിലേക്ക് പോകുന്ന അവിടെ നേരെ സ്റ്റൊമക്കിലേക്ക് പോകുന്നു. യൂസിങ് എ കോർഡിനേറ്റഡ് വേവ്സ് ഓഫ് കോൺട്രാക്ഷൻ. പെരിസ്റ്റാൾസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? പെരിസ്റ്റാൾസിസ് എന്താ? അതിന്റെ ഒരു വേവി മൂവ്മെന്റ്. ഫുഡിന് എന്ത് ചെയ്യും? ഒരു വേവി മൂവ്മെന്റ്സിൽ കോൺട്രാക്ട് ചെയ്തുകൊണ്ട് സ്റ്റൊമക്കിലേക്ക് എത്തിക്കും. ഓക്കെ, ഇനി സ്റ്റൊമക് is a muscular sac that churns food and secrete gastric juice which contains hydrochloric acid and the enzyme pepsin. This secretion begins the digestion of protein and turn the food into semi-liquid mixture called chyme. കൈമ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അത് സ്റ്റൊമക്കിൽ മെയിൻ ആയിട്ട് എന്താ? ഫുഡിനെ ചേൺ ചെയ്യും. അതായത് സെമി ലിക്വിഡ് മിക്സ്ചറിലായിട്ട് മാറും. അതായത് ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട് അവിടെ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിലേക്ക് പോവും. അതിലേക്കാണ് ഫുഡ് വന്ന് വീഴാണ്. അപ്പം എന്ത് ചെയ്യും? ഡൈജഷൻ അവിടെ നടക്കും. അതായത് ഫുഡെല്ലാം ഭയങ്കര ഡൈജഷൻ ആവും. അവിടെ പ്രോട്ടീൻ്റെ ഡൈജഷൻ നടക്കുന്നു. എന്നിട്ട് ഫുഡ് എന്താവും? ഒരു സെമി ലിക്വിഡ് ഫോമിലേക്ക് മാറും. അതിനെയാണ് കൈമ എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഫുഡ് നേരെ എത്തുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. ഇവിടെയാണ് എന്ത്? മെയിൻ ഡൈജഷനും ന്യൂട്രിയന്റ് അബ്സോർപ്ഷനും ഒക്കെ നടക്കുന്നത്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ 3 പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ടിനെയാണ് ഡുവോഡിനം എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് ഇസ് ജുജുനം ആൻഡ് തേർഡ് പാർട്ട് ഇസ് ഇലിയം. ഓക്കെ, ഈ ഡുവോഡിനം എന്താ?
ഈ കൈമിന് ഈ സെമി ലിക്വിഡ് മിക്സ്ചർ ആയിട്ടുള്ള ഫുഡ് അതായത് അതിനെ എന്ത് ചെയ്യും, സ്റ്റൊമക്കിന്ന് റിസീവ് ചെയ്യും. ആൻഡ് സെക്രീഷൻസ് ഫ്രം ദ ലിവർ ആൻഡ് പാൻക്രിയാസ്. പാൻക്രിയാസ് ലിവർ എന്നൊക്കെ വേറെ സെക്രീഷൻ എടുക്കുന്നു. ഓക്കെ, ഇനി ജജനം. The majority of chemical digestion and nutrient absorption occurs. Then ileum absorbs remaining nutrients and deliver undigested material to the large intestine. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ മാക്സിമം ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ നടക്കും, വേണ്ട ന്യൂട്രിയൻസ് എല്ലാം എടുക്കും. അത് കഴിഞ്ഞ് ഇലിയത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് ഡൈജഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടാവും. അത് നേരെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ഇനി ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇവിടെ മെയിൻ ആയിട്ടും അബ്സോർബ് വാട്ടർ, മിനറൽസ് ആൻഡ് സം വിറ്റാമിൻസ്. അവിടെ അതാണ് നടക്കുന്നത്, അബ്സോർപ്ഷൻ. ഇറ്റ് കോമ്പാക്ട് അൺഡൈജസ്റ്റഡ് മെറ്റീരിയൽ ഇൻ ടു ഫീസസ്. അതായത് നമ്മുടെ ഈ ദഹിക്കാത്ത സാധനങ്ങളൊക്കെ നേരെ എന്ത് ചെയ്യും, ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് ഇപ്പോൾ മാറുന്നു. വെള്ളവും മിനറൽസും വിറ്റാമിൻസും ഒക്കെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യും, വലിച്ചെടുക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള തീരെ ദഹിക്കാത്ത സാധനങ്ങൾ, മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യും, ഫീസസ് അതായത് വിസർജ്യമായിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ്, അതായത് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ട് എന്തൊക്കെയാ, സീക്കം, അസെൻഡിങ്, ട്രാൻസ്വേഴ്സ് ആൻഡ് ഡിസെൻഡിങ് കോളൻ ആൻഡ് സിഗ്മോയിഡ് കോളൻ. അത് സെപ്പറേറ്റഡ് തന്നെ പറഞ്ഞിട്ടും. ഓക്കെ, പിന്നെ അത് രക്തത്തിലേക്ക് പോകും. ഈ ഒരു ഫീസസ് എന്ത് ചെയ്യും, രക്തത്തിലേക്ക് പോകും. രക്തത്തിലാണ് എന്ത് ചെയ്യുക, ഫീസസ് അതായത് വേസ്റ്റ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പൾഷൻ ഓഫ് ദ ഫീസസ്, അതാണ് ഡെഫിക്കേഷൻ. അത് വേസ്റ്റ് ഒക്കെ പുറന്തള്ളപ്പെടുന്നത്. അതുവരെ രക്തത്തിൽ ഈ ഫീസസ് ഒക്കെ സ്റ്റോർ ചെയ്യും. ആൻഡ് ആനസിലൂടെ, ആനസ് ഇസ് ദ ഫൈനൽ ഓപ്പണിംഗ്, ആനസിലൂടെ എന്ത് ചെയ്യും, ഫീക്കൽ മാറ്റേഴ്സ് എക്സ്പെൽ ചെയ്യും. ഇനി അസസറി ഓർഗൻസ് ഏതൊക്കെയാന്ന് നോക്കാം. നമ്മുടെ അസസറി ഓർഗൻസ് ഏതൊക്കെയാ, സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, ലിവർ ഉണ്ട്, ഗോൾ ബ്ലാഡർ ഉണ്ട്, ആൻഡ് പാൻക്രിയാസ് ഉണ്ട്. സലൈവറി ഗ്ലാൻഡിൽ എന്ത് ചെയ്യും, സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. അത് സലൈവയാണ് എന്ത്, ഫുഡിനെ ലുബ്രിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ബിഗിൻസ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നടക്കുന്നത് സലൈവറി ഗ്ലാൻഡ്സ് വഴിയാണ്. ഓക്കെ, അതായത് സലൈവയിൽ തന്നെ, വായിൽ തന്നെ എന്ത് ചെയ്യും, കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നടക്കും. ആരുടെ ഹെൽപ്പോട് കൂടി, സലൈവറി അമിലേസ് കൂടി. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. പിന്നെ നമുക്കൊരു കോമൺ നോളജ് ആണ്. ഓക്കെ, പിന്നെ ലിവർ ആണ് എന്ത്, പ്രൊഡ്യൂസേഴ്സ് ബൈൽ. ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ, ലിവർ ആണ്. വിച്ച് ഇമൾസിഫൈസ് ഫാറ്റിനെ ഇമൾസിഫൈ ചെയ്യുന്നു, ബ്രേക്കിംഗ് ദം ഇൻ ടു സ്മോളർ ഡ്രോപ്ലെറ്റ് ഇൻ ടു ഇൻക്രീസ് എൻസൈം ആക്സസ്. പിന്നെ ഗോൾ ബ്ലാഡറിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വിച്ച് ഓർഗൻ സ്റ്റോർസ് ആൻഡ് കോൺസെൻട്രേറ്റ് ബൈൽ. ഏതാണ്, ഗോൾ ബ്ലാഡർ ആണ്. ഓക്കെ, റിലീസസ് ഇറ്റ് ഇൻ ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ വെൻ നീഡഡ്. ഓക്കെ, ദെൻ പാൻക്രിയാസിൽ എന്താ, secretes digestive enzyme, amylase, lipase, proteases, and bicarbonate neutralize stomach acid. Okay. In a digestive process, digestion is a process. First, ingestion. Ingestion is food enters the mouth and is stewed and mixed with saliva. Ingest വായി കൂടെ എന്ത് ചെയ്യുന്നു, chew ചെയ്യുന്നു. അതിനാണ് ഇൻജക്ഷൻ എന്ന് പറയാം. പിന്നെ പ്രൊപ്പൽഷൻ. Swallowing moves food into esophagus followed by peristalsis through the GI tract. പിന്നെ പ്രൊപ്പൽഷൻ വരുന്നത് എന്താ, പെരിസ്റ്റാൾസിസ് ആണ്. Mechanical and chemical digestion. Food is broken down physically and chemically by enzymes and acid. Then absorption. Nutrient pass through the intestinal wall into bloodstream. ഈ ബ്ലഡ് സ്ട്രീമിലേക്ക് എന്ത് ചെയ്യും, ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുമ്പോഴേക്കും അബ്സോർപ്ഷൻ തുടങ്ങി. ഓക്കെ, അപ്പം ആവശ്യമുള്ള സാധനങ്ങളും വിറ്റാമിൻസും ന്യൂട്രിയൻസും എല്ലാം എന്ത് ചെയ്യും, ബ്ലഡ് സ്ട്രീമിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും. പിന്നെ എലിമിനേഷൻ, ലാസ്റ്റ് പ്രോസസ് എലിമിനേഷൻ. അൺഡൈജസ്റ്റഡ് മെറ്റീരിയൽസ് ഇസ് എക്സ്പെൽഡ് ആസ് ഫീസസ് ആയിട്ട് പുറത്തേക്ക് കളയുന്നു. ഇനി കുറച്ച് ജനറൽ നോളജ് കൂടിയാണത്. ഹൗ ലോങ് ഡസ് ഡൈജഷൻ ടേക്ക്? ടോട്ടൽ ടൈം ഫോർ ഡൈജഷൻ വാരീസ് ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ പേഴ്സൺ, ദ ടൈപ്പ് ഓഫ് ഫുഡ് കൺസ്യൂംഡ് ആൻഡ് ഓവറോൾ ഗട്ട് ഹെൽത്ത്. ഓക്കെ, സ്റ്റൊമക്കിൽ ഒരു 2 to 6 hours ഫുഡ് അവിടെ തന്നെ കിടക്കും ദഹിക്കണമെങ്കിൽ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് അവർ 4 to 6 hours. ഇത് ജസ്റ്റ് ഒരു കോമൺ നോളജ്, ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. ഓക്കെ, ദെൻ വാട്ട് ആർ ദ സൈൻസ് ഓഫ് അൺഹെൽത്തി ഡൈജസ്റ്റീവ് സിസ്റ്റം? ഈ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ബ്ലോട്ടിങ്, ഗ്യാസ് വരിക, വേദന വരിക, പിന്നെ നെഞ്ചിരിച്ചല്, കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ, അത് മലബന്ധം, പിന്നെ ലൂസ് മോഷൻ, നോസിയ പറഞ്ഞാൽ ഒക്കാനം, വോമിറ്റിംഗ്, ഛർദി, പിന്നെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അതായത് വിശപ്പില്ലായ്മ, ഫീലിംഗ് ഫുൾ ക്വിക്ലി വെൻ ഈറ്റിംഗ്. ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പെട്ടെന്ന് വയറ് നിറഞ്ഞ പോലെ ഫീൽ ചെയ്യും. ഇതൊക്കെ എന്താ, അൺഹെൽത്തി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ സൈൻസ് ആണ്.
പിന്നെ ഇന്റൻഷണൽ വെയിറ്റ് ലോസ്, പെട്ടെന്ന് വെയിറ്റ് കുറയുക, പ്രത്യേകിച്ച് കാരണങ്ങളാണ് വെയിറ്റ് കുറയുക. പിന്നെ എന്താ പറയുക, സ്റ്റൂളില് ബ്ലഡ് ഉണ്ടാവുക, ഇതൊക്കെ ഒരു സയൻസ് ആണ് കേട്ടോ. ഇനി ഓർഗൻസ് മൂവ്മെന്റ് ടൈപ്പ് ജ്യൂസസ് ന്യൂട്രിയൻസ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഈ ബോക്സ് നോക്കണത് ഈസി ആകും. അതായത് മൗത്തിൽ എന്താ ചൂയിങ് സ്ഥലങ്ങൾ നടക്കുന്നത്, അവിടെ സലീവ ഉണ്ട്, അമൈലേസും മ്യൂസിനും. ഇത് ഡൈജസ്റ്റ് ചെയ്യുന്നത് എന്താ, കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യും. ഫാരിങ്സിൽ എത്തുമ്പോൾ അവിടെ സ്വോളോയിങ് ടൈപ്പ് ആണ് മൂവ്മെന്റ് ആണുള്ളത്. അവിടെ പ്രത്യേകിച്ച് എൻസൈംസോ ജ്യൂസോ ഒന്നും ഇല്ല, ന്യൂട്രിയൻസ് ഒന്നും ഡൈജസ്റ്റ് ആവുന്നില്ല. നേരെ പിന്നെ ഈസോഫാഗസിലേക്ക് പോകുന്നു, അവിടെ പെരിസ്റ്റാൾസിസ് നടക്കുന്നു. അവിടെ ഇതുപോലെ ജ്യൂസോ എൻസൈമോ പിന്നെ ന്യൂട്രിയൻസ് ഒന്നും ഡൈജസ്റ്റ് ആവണമൊന്നുമില്ല. പിന്നെ സ്റ്റൊമക്കിലും പെരിസ്റ്റാൾസിന്റെ ചോണിങ് ഉണ്ട്. അതായത് നമ്മുടെ ഈ മറ്റേ മിക്സഡ് ആയിട്ടുള്ള ഒരു സാധനം ചേൺ എന്ന് പറയുന്നത്, ആ അത് അവിടെയാണ് എന്ത് HCl ഉള്ളത്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും പെപ്സിനും. അവിടെ പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. സ്മോൾ ഇൻഡസ്ട്രിയൽ എത്തുമ്പോൾ സെഗ്മെന്റേഷൻ, അവിടെയും പെരിസ്റ്റാൾസിന്റെ ബൈല്, പാൻക്രിയാറ്റിക് എൻസൈം, ഇൻഡസ്ട്രിയൽ എൻസൈംസ്, ഇതെല്ലാം അവിടെ ഉണ്ട്. അവിടെയാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് സ്മോൾ ഇൻഡസ്ട്രിയലില്. ഇതില് ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ് ഒക്കെ നടക്കും. ലാർജ് ഇൻഡസ്ട്രിയലും പെരിസ്റ്റാൾസ് ആണ് ബാക്ടീരിയൽ എൻസൈംസ്, ഫെർമെന്റേഷൻ, മ്യൂക്കസ്, അതൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ചില ഫൈബേഴ്സും വാട്ടറും വിറ്റാമിൻസ് ഒക്കെ എന്ത് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്യും. പിന്നെ റെക്ടം ആനസിൽ ഡെഫിക്കേഷൻ ആണ് നടക്കുന്നത്. വേറെ ഒരു ജ്യൂസോ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒന്നും ഡൈജസ്റ്റ് ചെയ്യുന്ന ഒന്നുമില്ല. ഓക്കെ, ഹൗ ഡൈജഷൻ വർക്ക്സ്. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കോമ്പിനേഷൻ ഓഫ് മെക്കാനിക്കൽ കെമിക്കൽ പ്രോസസ് ആണ്. അത് റെഡ്യൂസസ് കോംപ്ലക്സ് ഫുഡ് മോളിക്യൂൾ ഇൻടു അബ്സോർബിൾ യൂണിറ്റ്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഭക്ഷണത്തിന് ചവച്ചരച്ച് പിന്നെ കുറെ പല പ്രോസസ്സുകളിലൂടെ ഒരു അബ്സോർബിൾ യൂണിറ്റ് ആയിട്ട് മാറും. ഈ മെക്കാനിക്കൽ ഡൈജഷനിൽ എന്തൊക്കെ പെടും, ചൂയിങ്, സ്റ്റൊമക് ചേണിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ മിക്സിങ്. കെമിക്കൽ ഡൈജഷൻ ഇൻവോൾവ്സ് എൻസൈം ആൻഡ് ആസിഡ് ബ്രേക്കിംഗ് ഡൗൺ മാക്രോ ന്യൂട്രിയൻസ് ഇൻടു ദെയർ ബിൽഡിംഗ് ബ്ലോക്സ്. അതായത് കെമിക്കൽ ഡൈജഷനിൽ മെയിൻ ആയിട്ട് ഈ എൻസൈംസും ആസിഡും ഒക്കെ എന്ത് ചെയ്യും, ഈ എന്താ പറയാ കുറച്ച് വലിപ്പമുള്ള ന്യൂട്രിയൻസ്, അതായത് ന്യൂട്രിയൻസിനെയൊക്കെ കൂടെ ചെറുതാക്കുന്നു. ഓക്കെ, പ്രോസസ് വഴി. അതായത് കാർബോഹൈഡ്രേറ്റ് സിമ്പിൾ ഷുഗേഴ്സ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആക്കുന്നു, പ്രോട്ടീൻ അമിനോ ആസിഡ് ആക്കുന്നു, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ. And these molecules are absorbed primarily in the small intestine into bloodstream or lymphatic system. The liver processes many absorbed nutrients, storing some and converting other for immediate use. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോളജിന് വേണ്ടി മാത്രം ഇൻക്ലൂഡ് ചെയ്താണ്. ജസ്റ്റ് എന്തൊക്കെയാണ് പ്രോസസ്സ് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാം. ഓക്കെ, ഇനി ഓരോ ഓർഗൻസിനെ പറ്റി നമുക്ക് പഠിക്കാം. അത് ഓർഗൻസ് ഏതൊക്കെയായിരുന്നു, മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ആസ്. ഇതൊക്കെ ഇതിപ്പം പഠിച്ചോണ്ട് മാത്രം കാര്യം, ഇത് ഈ വൈവേലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് വൈവേല മെയിൻ എന്താ, നിങ്ങൾ ആസ്ക് യു ടെൽ മീ അബൌട്ട് എനി സിസ്റ്റംസ് യു സ്റ്റഡീഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ ചോദിക്കാം. ഏതെങ്കിലും സിസ്റ്റത്തിനെ പറ്റി പറയും, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി പറയുന്ന പറഞ്ഞാല് മെയിൻ ആയിട്ടും ആദ്യം വരേണ്ട മെയിൻ സാധനങ്ങളാണ് ഇത്. അതായത് ഓർഗൻസ്, ഏതൊക്കെ ഓർഗൻസ് ആണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം പഠിക്കണം. അപ്പൊ മൗത്ത്, പിന്നെ ഇതില് മൗത്ത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഓറൽ ക്യാവിറ്റി. മൗത്തിന് ഓറൽ ക്യാവിറ്റി എന്ന് പറയും, ബക്കൽ ക്യാവിറ്റി എന്ന് പറയും. പിന്നെ നമ്മുടെ മെഡിക്കൽ ടെർമിനോളജിയിൽ പ്രിഫിക്സ് ആയിട്ട് ബക്കോ അല്ലെങ്കിൽ ഓറോ എന്നൊക്കെ പറഞ്ഞാൽ മൗത്താണ്. ഓക്കെ, ടെർമിനോളജീസിന്റെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, അത് കാണാത്തവർ അത് കാണുക, അതിന് മനസ്സിലാക്കുക. ഇതെല്ലാം അതിന് പറഞ്ഞിട്ടുണ്ട്. Then the mouth is the entry point of digestive system. നേരത്തെ പറഞ്ഞൊക്കെ തന്നെ മെക്കാനിക്കൽ ഡൈജഷൻ നടക്കും, കെമിക്കൽ ഡൈജഷൻ നടക്കും, ലുബ്രിക്കേഷൻ, മോയിസ്റ്റനിങ്, അത് സലൈവ എന്ത് ചെയ്യും, ഫുഡായിട്ട് മിക്സ് ചെയ്യും, അപ്പൊ ലുബ്രിക്കേഷൻ ഉണ്ടാകും. പിന്നെ ടേസ്റ്റ് ഒക്കെ അറിയുന്നത് വായനാണ്. പിന്നെ ബോളസ് ഫോം ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ തന്നെ. ഓക്കെ, ജസ്റ്റ് വായിച്ചാൽ മതി. പിന്നെ ഉള്ളത് ടീത്തിൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്. ഈ ഫ്രണ്ട് കാണുന്നത് എന്താ, ഈ 4 എന്ന് പറയുന്നത് എന്താ, ഇൻസൈസേഴ്സ് ആണ്. പിന്നെ കനൈൻ, പിന്നെ ഇത് രണ്ടും പ്രീമോളർ, പിന്നെ കാണുന്ന 3 അണപ്പല്ലുകൾ, 3 മോളാസ് ആണ്. പേരൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ അടുത്തത് ഫാരിങ്സ് നോക്കൂ. നേസൽ ക്യാവിറ്റി, ഇവിടെ മൂക്കാണ്. ഈ നേസൽ ക്യാവിറ്റി, ഇവിടെ ടങ്, വായ, മൗത്ത്, ഇവിടെ ടങ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം എന്താ, ഫാരിങ്സ് ആണ്. ഓക്കെ, ഈ ഫാരിങ്സ് ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്ന ഈസോഫാഗസ്, ഇപ്പുറത്ത്
ട്രക്കിയും ഉണ്ട്, വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ അത് നേരെ ലങ്സിലേക്കാണ് അത് പോകുന്നത്. നമുക്ക് ഈ ഒരു വോയിസ് ബോക്സ്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. വോയിസ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിന്റെ ആൻസർ ഈസ് ലാരിങ്സ്. അവിടെയാണ് നമ്മുടെ ശബ്ദം ലാരിങ്സിൽ വേണം. അത് ഈ ഒരു ഭാഗത്താണ്. ഈ ഫാരിങ്സിന്റെയും ഈസോഫാഗസ്, ഈ ഒരു ഭാഗത്താണ് എപ്പിഗ്ലോട്ടിസ് ഉള്ളത്. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇമേജ് വെച്ചത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി, വാട്ട് ആർ ഓൾ ദെയർ. ഓക്കെ, ഫാരിങ്സിന്റെ വേറെ പറയുന്നത് ത്രോട്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ബ്രീത്തും ഡൈജസ്റ്റ് ഫുഡിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കോമൺ ക്വസ്റ്റ്യൻ ആണ്, വേറൊരു ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഈ ഒരു സാധനം, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ക്വസ്റ്റ്യൻ ആണ്. കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് ഫാരിങ്സ്. ഓക്കെ, ഫാരിങ്സ് അത് 4 inches ലോങ്. ഇതൊന്നും വേണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നോക്കണം. അതുപോലെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ലാരിങ്സ്, വോയിസ് ബോക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ട്രക്കിയന്റെ വേറെ പേരെന്താ? വിൻഡ് പൈപ്പ്. ഓക്കെ, വിൻഡ് പൈപ്പ്. ഓക്കെ, ഓക്കെ. ദെൻ ഫാരിങ്സിന് 3 പാർട്ടുകളുണ്ട്. നേസോഫാരിങ്സ് ഉണ്ട്, ഓറോഫാരിങ്സ് ഉണ്ട്, ഹൈപ്പോഫാരിങ്സ് ഉണ്ട്. നേസോഫാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലുള്ളത്. ഓക്കെ, അത് ടോപ്പ് ഓഫ് യുവർ ത്രോട്ടിന്റെ മുകളിലാണ്. ഇത് എന്ത് ചെയ്യും? നോസിനെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്നു. ഓറോഫാരിങ്സ് ആണ് മിഡിൽ ഓഫ് യുവർ ത്രോട്ടിന് നടുവിലാണ്. ഇറ്റ് കണ്ടെയ്ൻസ് യുവർ ടോൺസിൽ. ഇവിടെയാണ് ടോൺസിൽസും ബേസ് ഓഫ് ടങ്ങും. ആൻഡ് ഇറ്റ് കണക്ട് യുവർ ഓറൽ ക്യാവിറ്റി. ഇവിടെയാണ് എന്ത് എയർ, ഫുഡ്, ഫ്ലൂയിഡ് ഒക്കെ പാസ് ചെയ്യുന്നത് ഓറോഫാരിങ്സിലൂടെയാണ്. ഫുഡ് മെയിനായിട്ട്. പിന്നെ ഹൈപ്പോഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ബോട്ടം ഓഫ് യുവർ ഫാരിങ്സ് വിൽ റെഗുലേറ്റ് ഹൗ ഫുഡ് മൂവ്സ് ഇൻടു your esophagus and onto your digestive system and how air moves to your lungs. The functions, the just നോക്കൂ. Coming in your roots air coming in your nose and mouth down to your larynx. Voice box which turns moves air into your trachea and lungs. ജസ്റ്റ് വായിച്ചാൽ മതി, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഈസോഫാഗസ് കണ്ടോ? ഈ ഫാരിങ്സ്, ഈസോഫാഗസ് ഒന്ന് മുന്നിൽ ട്രക്ക് ചെയ്യേണ്ട, ഇപ്പുറത്ത് ഒരു ഫ്ലാപ്പായിട്ട് എന്താ ഈ എപ്പിഗ്ലോട്ടിസ് ഉണ്ട് ഈ ഒരു സൈഡിലായിട്ട്. ഓക്കെ, ഈസോഫാഗസ് എന്താന്ന് നോക്കൂ. ഇറ്റ്സ് എ ഹോളോ മസ്കുലർ ട്യൂബ് ദാറ്റ് പാസസ് ഫുഡ് ആൻഡ് ലിക്വിഡ് ഫ്രം യുവർ ത്രോട്ട് ടു യുവർ മൗത്ത്. ഓക്കെ, ലെങ്ത് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യുവർ ഈസോഫാഗസ് ടു ക്യാരി ഫുഡ് ആൻഡ് ലിക്വിഡ് ഫ്രം യുവർ മൗത്ത് ടു യുവർ സ്റ്റൊമക്. Then when you swallow, food and liquid first move from your mouth into your throat. അതായത് ഫാരിങ്സിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് വിഴുങ്ങുമ്പോൾ. A small muscular flap called epiglottis closes to prevent food and liquid from going down the wrong pipe. അതായത് വിൻഡ് പൈപ്പ്, ട്രക്കിയിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി എപ്പിഗ്ലോട്ടിസ് ആണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്. The small flap called uvula helps prevent liquid from പാസിങ് അപ്വേർഡ് ഇൻ ടു യുവർ നേസൽ ക്യാവിറ്റി. അത് ഊല, നമ്മള് ചെറുനാക്ക് എന്നൊക്കെ പറയില്ലേ? വായ തുറക്കുമ്പം വായ തുറന്നതിനൊരു ഇങ്ങനെ ഒരു യു ഷേപ്പിൽ ഒരു സാധനത്തിനെ കാണാം മുകളിലായിട്ട്. അതിന്റെ പേരാണ് യൂല. ഓക്കെ, അതെന്ത് ചെയ്യും? മറ്റേ ലിക്വിഡ് ഒന്നും നേരെ നേസൽ ക്യാവിറ്റി മൂക്കിലേക്കൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ പെരിസ്റ്റാൾസിസ് ഈസോഫാഗസ് നടക്കുന്നു. ഓട്ടോമാറ്റിക് വേവ് ലൈക്ക് മൂവ്മെന്റ് ഓഫ് ദ മസിൽ ദാറ്റ് ലൈൻസ് യുവർ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, എന്നുള്ളത് സ്റ്റൊമക് ആണ്. സ്റ്റൊമക് ഇസ് എ ജെ ഷേപ്പ്. കണ്ടോ? ജെ ഷേപ്പ്ഡാണ്. ഒരു ജെ ഷേപ്പ് ഓർഗൻ. അവിടെയാണ് ഇത് ഡൈജസ്റ്റ് നടക്കുന്നത്. എൻസൈംസ് ഒക്കെ ഏതൊക്കെയാന്ന് നോക്കുക. പിന്നെ ഫങ്ഷൻ സ്റ്റോർ ചെയ്യുന്നു. കോൺട്രാക്റ്റഡ് മിക്സ് ആൻഡ് ബ്രേക്ക് ഡൗൺ ദ ഫുഡ്. എൻസൈംസ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. കണ്ടോ? ഈസോഫാഗസ് നേരെ സ്റ്റൊമക്കിലേക്ക് വരുന്നു. സ്റ്റൊമക്കിൽ നിന്ന് നേരെ പോകുന്നു എങ്ങോട്ട്? ഇതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടല്. അവിടുന്ന് നേരെ പോകുന്നതാ വൻകുടല്, ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇവിടെ നിന്ന് റെക്ടം, റെക്ടത്തിന് നേരെ ആനസ്. ഓക്കെ,
വാട്ട് ആർ ദ പാർട്സ് ഓഫ് സ്റ്റൊമക് അനാട്ടമി? അതായത് സ്റ്റൊമക്ക്, ഇത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാല് ഇവിടെ ഇത് ഈസോഫാഗസ്. ഈസോഫാഗസ് നേരെ ഇങ്ങനെ വരുന്ന ഈ ജെ ഷേപ്ഡ് സാധനമാണ് എന്ത്? സ്റ്റൊമക്ക്. സ്റ്റൊമക്കിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ പേരാണ് എന്ത്? കാർഡിയ. ഓക്കെ. ദെൻ സെക്കൻഡ് ഫണ്ടസ്, പിന്നെ ബോഡി, പൈലോ പൈലോറസ്, പിന്നെ അത് നേരെ ഡുവാഡിനം. ഡുവാഡിനം മീൻസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഇതാണ് പാർട്സ്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കാർഡിയാസ് ടോപ്പ് പാർട്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. മെയിൻ ആയിട്ട് നാലെണ്ണാണ്: കാർഡിയ, ഫണ്ടസ്, ബോഡി, ഈ ആൻട്രം ഇവിടെ തന്നെ ഉള്ളതാണ്, ഇതും കാണാൻ പറ്റും, പൈലോസ്. ഓക്കെ. സ്റ്റൊമക്കിൽ പല മടക്കുകളുണ്ട്. അതിനെയാണ് എന്ത് പറയാ? റോഗേന്ന്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റൊമക്കിലുള്ള ഫോൾഡ്. ഓക്കെ. സ്റ്റൊമക്കിൽ രണ്ട് സ്ഫിഞ്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഈസോഫേഗിയൽ സ്ഫിഞ്ചറും പൈലോറിക് സ്ഫിഞ്ചറും. ഇതാണ് എന്ത്? സ്റ്റൊമക്കിലെ സ്ഫിഞ്ചേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇതൊക്കെ ഉണ്ടോ? നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ സ്റ്റൊമക്ക് ഉള്ളത്. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിന്റെ ഈ സൈഡിലായിട്ട് കാണാം നമുക്ക് എന്ത്? ലിവർ, കരളുള്ള. പിന്നെ അവിടുന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്താ? ബിഫോർ യു സ്റ്റാർട്ട് ഈറ്റിംഗ്, നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഗോൾ ബ്ലാഡറിൽ നിറച്ച് ബൈലായിരിക്കും. വെൻ യു സ്റ്റാർട്ട് ഈറ്റിംഗ്, കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഗോൾ ബ്ലാഡർ റിസീവ് സിഗ്നൽസ് ടു കോൺട്രാക്ട് ആൻഡ് സ്ക്യൂസ് ദ സ്റ്റോർഡ് ബൈൽ ഇൻ ടു ബിലിയർ ട്രാക്ട്. ബിലിയർ ട്രാക്ടിലേക്ക് എന്ത് ചെയ്യും? സ്റ്റോർഡ് ആയിട്ടുള്ള ബൈല് പോക്കും, അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ബിലിയർ ട്രാക്ട് വഴി പുറത്തേക്ക് പോകും. The bile eventually finds its way to your largest bile duct. Common bile duct ആണ് largest bile duct എന്ന് പറഞ്ഞാൽ. Bile pass through common bile duct into duodenum. എന്നിട്ട് നേരെ ഇങ്ങോട്ട് ചെല്ലുന്നു, ഡുവോഡനത്തിലേക്ക് ചെല്ലുന്നത്. ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഫസ്റ്റ് പാർട്ട് ഓഫ് യുവർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ where it mixes food waiting to be digested. ഡൈജസ്റ്റ് ചെയ്യുന്നത് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. After you eat, gallbladder is empty and resembles deflated balloon waiting to be filled again. Folds of next question is ക്വസ്റ്റ്യൻ മെയിൻ ആണ് നമ്മുടെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. പ്ലിക്ക. വാട്ട് ഈസ് പ്ലിക്ക? ഫോൾസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, അതിന്റെ പേരാണ് പ്ലിക്ക. പിന്നെ ഇവിടെയാണ് ക്രിപ്സ് ഓഫ് ലിവർ കുനിൻ ഉള്ളത് എവിടെയാന്ന് ചോദിക്കും. അതൊരു ക്വസ്റ്റ്യൻ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസ് ആണ് വേറെ പറയാം. പിന്നെ പാർട്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്റ്റാർട്ടിംഗ് ആണ് ഡുവോഡിനം, പിന്നെ ജെജുനം, പിന്നെ ഇലിയം. ഓക്കെ, ജസ്റ്റ് വായിക്കാം. പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എന്താ? ലാർജ് ഇൻറ്റസ്റ്റൈനിലെ ഫസ്റ്റത്തെ പാർട്ടാണ് എന്ത്? സീക്കം. പിന്നെ അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ ആൻഡ് സിഗ്മോയിഡ് കോളൻ, ദെൻ റെക്ടം. ഇതാണ് എന്ത്? പാർട്സ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ. ഇവിടെ അബ്സോർപ്ഷൻ വാട്ടർ, വിറ്റാമിൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നു. പിന്നെ ഫോർമേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് ഫീസസ് ഒക്കെ ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ വഴിയാണ് നടക്കുന്നത്. ഓക്കെ, പാർട്സ് ഇതാ കണ്ടോ? സീക്കം, ബിഗിനിങ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇവിടെയാണ് എന്ത്? ഇവിടെ അപ്പൻഡിക്സ് ഉള്ളത്. ചിലർ കേട്ടിട്ടില്ലേ അപ്പൻഡിസൈറ്റിസ് ഒക്കെ ഉണ്ടായി, ചിലർക്ക് അപ്പൻഡിസെക്ടമി ഒക്കെ ചെയ്യും. അവിടെ നമ്മൾ ഗട്ട് ബാക്ടീരിയാസ് ഒക്കെ ഉള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഗുഡ് ബാക്ടീരിയാസ്. ഇറ്റ്സ് എ വെസ്റ്റീജിയൽ ഓർഗൻ ഓൾസോ. അത് നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന വെസ്റ്റീജിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആവശ്യം പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന സാധനമാണ്. പക്ഷെ ഇപ്പൊ അതിനൊക്കെ പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ് വെസ്റ്റീജിയൽ ഓർഗൻ. പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ല എന്നാണ്, പക്ഷെ ശരിക്കും അവിടെ ബാക്ടീരിയാസ് ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ സ്റ്റഡി പറയുന്നത്. ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട്. ഓക്കെ. പിന്നെ കോളനെ ഡിവൈഡ് ചെയ്യുന്ന അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ, സിഗ്മോയിഡ് കോളൻ. പിന്നെ ലാസ്റ്റ് ഫൈനൽ സെക്ഷൻ വരുന്നത് ഏതാ? റെക്ടം. ഓക്കെ. പിന്നെ നേരെ ആനസ് പോകുന്നു. ആനസ് എന്നത് ഓപ്പണിംഗ് ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഇതാണ് ആനസ്. നമ്മുടെ റെക്ടത്തുനിന്ന്, റെക്ടത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ഒക്കെ എന്താ? സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആനസിലൂടെ പുറത്തേക്ക് പോകും. നമ്മുടെ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് പോകും. ഓക്കെ. ഇവിടെ സ്പിഞ്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ സ്പിഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അതാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സ്പിഞ്ചേഴ്സ് ആണ്. ഓക്കെ.
പിന്നെ അക്സസറി ഓർഗൻസ് ഏതൊക്കെയാ? ടീത്ത്, ടങ്, സലൈവറി ഗ്ലാൻഡ്, ലിവർ, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസ്. ഇതിൽ ടീത്ത് എന്താ? ടീത്തിന്റെ പ്രഫിക്സ് ആണ് ഡെന്റോ, ഒഡെന്റോ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. പിന്നെ എന്താ പറയാ, ടീത്ത് മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്നു, ടിയർ ചെയ്യുന്നു, ഗ്രൈൻഡ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു. പിന്നെ ടൂത്തിന്റെ അനാട്ടമി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം എന്താ? നമ്മൾ പല്ല് പുറത്തേക്ക് കാണുന്ന ഭാഗത്തിന് ക്രൗൺ എന്ന് പറയും. ഈ മോണയായിട്ട് തൊട്ട് നിൽക്കുന്ന ഭാഗത്തിന് നെക്ക് എന്ന് പറയുന്നു. അടിയിലേക്ക് നമുക്ക് കാണാത്ത ഭാഗമാണ് പല്ലിന്റെ വേര്, ഫ്രൂട്ട്. ഓക്കെ. ഫസ്റ്റ് പോർഷൻ ഓഫ് ടൂത്ത് ഇനാമൽ. അതായത് പുറമെ നമ്മൾ കാണുന്ന ഈ വെള്ള സാധനം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇനാമൽ. അതായത് ഇറ്റ് ഇസ് ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ. ദെൻ അതിന്റെ അടിയിൽ എന്താണ് നമുക്ക് ഡെന്റിൻ വരും. ഈ ഡെന്റിനിലേക്കൊക്കെ പല്ല് കേട് വരുമ്പോഴാണ് നമുക്ക് പുളിപ്പൊക്കെ വരുന്നത്. ഓക്കെ. പുളിപ്പ്, വേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പുളിപ്പാണ് മെയിൻ ആയിട്ട്, സെൻസിറ്റിവിറ്റി. ചൂടുള്ള തണുത്തൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ ഈ ഉള്ളിലേക്കുള്ളതാണ് ഉള്ളിലാണ് ഈ വേരൊക്കെ കണ്ടോ, കാരണം നമ്മുടെ വേര്, രക്തക്കുഴൽ അതൊക്കെ ഉള്ളതാണ്. ഇതിനെയാണ് പൾപ്പ് എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ വേദന വരിക. കാരണം അവിടെയാണ് ഞരമ്പുള്ളത്, നമുക്ക് വേദന വരും, സ്വാഭാവികം. പിന്നെ ഇത് ഗം എന്ന് പറയും. പിന്നെ താഴെ ഉള്ളത് ഇത് ബോണാണ്, നമ്മുടെ ബോൺ, ആൽവിയോളർ ബോൺ ആണ്. ഓക്കെ. ടീത്ത് ഏതൊക്കെയാന്ന് ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഇൻസൈസറുണ്ട്, കനൈനുണ്ട്, പ്രീമോളാസ് ഉണ്ട്, മോളാസ് ഉണ്ട്. ഓക്കെ. പിന്നെ ടങ്ങിന്റെ പ്രിഫിക്സ് ആണ് ഗ്ലോസോ, ലിംഗോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? മെഡിക്കൽ ടെർമിനോളജി ആണ്. ഇറ്റ്സ് ടങ്. ഓക്കെ. പിന്നെ ടേസ്റ്റ് ഏരിയാസ് എന്താ? നമ്മുടെ നാക്കിലാണല്ലോ ടേസ്റ്റ് ബഡ്സ് ഉള്ളത്, അതായത് സ്വാദുമുകുളങ്ങൾ. ഇതുവഴിയാണ് നമ്മൾ ടേസ്റ്റ് മനസ്സിലാക്കുന്നത്. ഓക്കെ. ഇതില് ഈ ഭാഗത്ത് ബാക്ക് സൈഡിൽ നമുക്ക് ടേസ്റ്റ് ബിറ്റർ, കയ്പ് അറിയാൻ പറ്റും. സൈഡില് പുളി, സോർ എന്ന് പറഞ്ഞാൽ പുളിയാണ്. പിന്നെ ഈ വെള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഉമാമി. അത് ഇറ്റ്സ് നമ്മൾ അവസാനമായിട്ട് കണ്ടുപിടിച്ചൊരു ടേസ്റ്റാണ് ഉമാമി. എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ടേസ്റ്റ് ആണ് ശരിക്കും. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ഉപ്പ്, സാൾട്ടി. പിന്നെ ഏറ്റവും അറ്റത്ത്, നാവിന്റെ അറ്റത്താണ് മധുരം, സ്വീറ്റ്, നമുക്ക് അറിയുന്നത്. ഓക്കെ. ടങ് ഒരു മസ്കുലർ ഓർഗൻ ആണ്, ഡൈജഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ. ഓക്കെ. സ്വാലോ ചെയ്യാനൊക്കെ. ഇനി അടുത്തത് സലൈവറി ഗ്ലാൻഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. സലൈവറി ഗ്ലാൻഡ്സ് 3 മേജർ ഗ്ലാൻഡ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഇതാണ് പരോട്ടിഡ് ഗ്ലാൻഡ്. മെയിൻ മേജർ ഗ്ലാൻഡ്സ് പരോട്ടിഡ് ഗ്ലാൻഡ്, സബ്മാൻഡിബുലർ ഗ്ലാൻഡ്, സബ്ലിംഗ്വൽ ഗ്ലാൻഡ്. സബ്മാൻഡിബുലർ അല്ലെങ്കിൽ സബ്മാക്സിലറി എന്നും വരാറുണ്ട് കേട്ടോ. ഈ പരോട്ടിഡ് ഗ്ലാൻഡ് ആണ് നമ്മുടെ ചെവിയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ് പരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ടാവുന്നത്. ഇവിടെ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില പിള്ളേർക്കൊക്കെ വരും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വീക്കം വരും. അതാണ് മംസ് ഒക്കെ വരുമ്പം ഇവിടെ ഈ ഭാഗത്താണ് ഇൻഫ്ലമേഷൻ ഒക്കെ വരുന്നത്, വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ. പിന്നെ താഴെയുള്ളത് ഈ ഒരു താടിയുടെ താഴത്തായിട്ട് കാണുന്നതാണ് സബ്മാൻഡിബുലർ ഗ്ലാൻഡ്. പിന്നെ താഴെ ടങ്ങിന്റെ അടിയിലായിട്ട് കാണുന്നു, നാക്കിന്റെ അടിയിലായിട്ട് കാണുന്നിട്ടാണ് നമ്മുടെ സബ്ലിംഗ്വൽ ഗ്ലാൻഡ്. ഇത് ഈ സലൈവറി ഗ്ലാൻഡ്സ് ഒക്കെയാണ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. ലിവർ. പിന്നത്തെ അടുത്ത അക്സസറി ഓർഗൻ ആണ് ലിവർ. ലിവറിന് എത്ര ലോബ്സ് ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട് കേട്ടോ, റൈറ്റും ലെഫ്റ്റും. ഓക്കെ. പിന്നെ ലിവറിന്റെ പ്രിഫിക്സ് ആണത് ഹെപ്പാറ്റോ. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യെസ്. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ ബൈ വെയിറ്റ്? ലിവർ ആണ്. ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ദ ബോഡി എന്ന് ചോദിച്ചാൽ സ്കിൻ ആണ് കേട്ടോ. ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ അല്ലെങ്കിൽ ലാർജസ്റ്റ് ബൈ വെയിറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ലിവർ ആണ്. ഓക്കെ. ഈ ഒരു ലിവറിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇറ്റ് ക്യാൻ റീജനറേറ്റ് ഇറ്റ് സെൽഫ്. അതായത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്താൽ, അതായത് ഇപ്പൊ ഒരാൾക്ക് ലിവർ നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഒരാളുടെ മുറിക്കുന്ന ഡോണറിന്റെ നമ്മൾ ലിവർ കട്ട് ചെയ്താൽ ഈ ലിവർ വീണ്ടും ഗ്രോ ബാക്ക് ചെയ്യും. അങ്ങനെ റീജനറേറ്റിംഗ് കപ്പാസിറ്റി, വീണ്ടും വീണ്ടും വളർന്ന് പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തും. അതിനെയാണ് റീജനറേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ലിവർ പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ഫിൽട്രേറ്റ്. ലിവറിൽ എന്താ? ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ഫിൽട്രേറ്റ് ചെയ്യുന്നു. പിന്നെ എനർജി സ്റ്റോർ ചെയ്യുന്നു, ബൈലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ലിവർ ആണ്. ലിവർ റൈറ്റ് സൈഡ് ഓഫ് യുവർ ബോഡിയിലാണ് കാണുന്നത്. ഇറ്റ്സ് ലൊക്കേറ്റഡ് അണ്ടർ യുവർ റിബ്സിന്റെ അടിയിൽ, നെക്സ്റ്റ് യുവർ സ്റ്റൊമക്ക് ലെഫ്റ്റ് സൈഡും ലിവർ റൈറ്റ് സൈഡും. ഓക്കെ. പിന്നെ ലിവറിന്റെ യൂണിറ്റ്സിന്റെ പേരാണ് ലോബ്യൂൾസ്. അതും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ.
പിന്നെ ഇതിൽ ഹെപ്പാറ്റിക് വെയിൻസ് ഉണ്ട്, ബൈൽ ഡക്റ്റ് ഉണ്ട്. ബൈൽ ഡക്റ്റിലൂടെയാണ് ബൈല് പോണത്. ഓക്കെ, പിന്നെ ഹെൽപ്പ് ചെയ്ത് ഇതിന്റെ ഫങ്ഷൻസ് ഒക്കെ ജസ്റ്റ് വായിച്ചാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമല്ല. പിന്നെ ഗോൾ ബ്ലാഡറിന്റെ വേറെ പേരാണ് എന്ത്? അത് പ്രിഫിക്സ് ആണ് എന്ത്? കോൾസിസ്റ്റെക്ടമി എന്നൊക്കെ പറയാം. അതിന്റെ അർത്ഥം സർജിക്കൽ റിമൂവൽ ഓഫ് ഗോൾ ബ്ലാഡർ എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഗോൾ ബ്ലാഡർ സ്മോൾ പിയർ ഷേപ്ഡ് ഓർഗൻ ആണ്. ലൈക്ക് കണ്ട ഈ കാണുന്നത് ലിവറിന്റെ അടിയിലായിട്ട് കാണുന്നതാണ് ഇത് ഗോൾ ബ്ലാഡർ. ഹെൽപ്പ് ഡൈജസ്റ്റ് ഫാറ്റ്സ് ഇൻ യുവർ ഫുഡ്. ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഗോൾ ബ്ലാഡർ ഇസ് ലൊക്കേറ്റഡ് അപ്പർ റൈറ്റ് പാർട്ട് ഓഫ് യുവർ അബ്ഡമൻ. ഇറ്റ് സിറ്റ് അണ്ടർ യുവർ ലിവർ. ബൈൽ ഈസ് എ മിക്സ്ചർ ഓഫ് മെയിൻലി കൊളസ്ട്രോൾ, ബിലിറുബിൻ, ബൈൽ സാൾട്ട്. ബിലിറുബിനും ബൈൽ സാൾട്ടും കൊളസ്ട്രോൾ ഒക്കെ മിക്സ് ആയ ഒരു സംഭവമാണ് എന്ത്? ബൈല്. ഓക്കെ, then next is pancreas. Pancreas large gland in your back of abdomen. ബാക്ക് സൈഡിലായിട്ടാണ് കാണുന്നത്. അതായത് പാർട്ട് ഓഫ് യുവർ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ. വേറെ പാൻക്രിയാസ് എന്താണ്? മിക്സ്ഡ് ഗ്ലാൻഡ് ആണ്. മിക്സ്ഡ് ഗ്ലാൻഡ് എന്ന് ഉദ്ദേശിച്ച ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ആണ്. എക്സോക്രൈൻ എന്ന് പറഞ്ഞാല് എന്താ? ഡക്റ്റിലൂടെ ഒക്കെ, അതായത് ഒരു ഡക്റ്റിലൂടെ എന്ത് ചെയ്യും? സെക്രീഷൻസ് ഒക്കെ പോണത്. മറ്റേത് എൻഡോക്രൈൻ എന്ന് പറഞ്ഞാല് ഡക്ട്ലെസ് ആണ്. അതായത് ഡക്റ്റ് ഒന്നുമില്ല, അല്ലാണ്ട് തന്നെ ബ്ലഡിലേക്ക് നേരിട്ട് പോവും ഹോർമോൺസ്, അതായത് ഹോർമോൺസ് വഴി. ഓക്കെ, എൻസൈംസ് ടു ഹെൽപ്പ് വിത്ത് ഡൈജഷൻ. ആസിനീസ്, അതായത് എക്സോക്രൈൻ സിസ്റ്റം. ആസിനീസ് സെൽസ്, പാൻക്രിയാറ്റിക് അമൈലേസ് ആൻഡ് പ്രോട്ടീസ്, ഇതാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഹോർമോൺസ് ടു കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ യുവർ ബ്ലഡ് സ്ട്രീം ആണ് എൻഡോക്രൈൻ സിസ്റ്റം. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് പ്രൊഡ്യൂസ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോൺ. ഇതൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, പാൻക്രിയാസിലുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻസുലിനും ഗ്ലൂക്കോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഇൻസുലിൻ എന്ത് ചെയ്യുമ്പോഴാണ്? ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് എന്ത്? ഷുഗർ, അതായത് ഷുഗർ എന്ന് പറയില്ല, അതായത് നമ്മുടെ ഡയബറ്റിസ് മെലിറ്റസ് എന്നുള്ള അസുഖം വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പാർട്ടാണ്, അതായത് നമ്മൾ ഡിസോർഡേഴ്സ്, എന്തൊക്കെ അസുഖങ്ങളാണ് അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഉള്ളതെന്ന്. ഓക്കെ, ജേർഡ്, ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ജേർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താണ്? ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ റിഫ്ലക്സ് ഡിസീസ്. അത് ചിലർക്ക് ഇങ്ങനെ തികട്ടി വരുമല്ലോ, അതിന്റെ കുറച്ച് എക്സ്ട്രീം വേർഷൻ ആണ് എന്ത്? ഈ ഒരു ഡിസീസ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഈസോഫാഗസിനെയൊക്കെ ഡാമേജ് ചെയ്യുവാണെങ്കിൽ ഇൻഫ്ലമേഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെപ്റ്റിക് അൾസേഴ്സ്, അതായത് സ്റ്റൊമക് ലൈനിങ്ങിലൊക്കെ എന്ത് ചെയ്യും? ആസിഡ് കാരണം, ഓവർ ആസിഡ് അല്ലെങ്കിൽ എന്തെങ്കിലും എച്ച് പൈലോറി ബാക്ടീരിയ പോലുള്ള സാധനങ്ങളൊക്കെ വഴി എന്ത് ചെയ്യും? ഒരു അൾസറേഷൻ, അതായത് പുണ്ണുകൾ ഉണ്ടാവും. അതാണ് പെപ്റ്റിക്. മറ്റേ വയറ്റില് പുണ്ണുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ പെപ്റ്റിക് അൾസർ. പിന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, IBS. അതാണ് എന്താ? ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നാം, അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് വേദന, ബ്ലോട്ടിങ് ഒക്കെ, മറ്റേ ഗ്യാസ് ഇങ്ങനെ നിറഞ്ഞു കിടക്കില്ല. പിന്നെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, IBD. ഇതിൽ ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ കുറച്ച് ഡിസീസ് ആണ് കേട്ടോ ഉള്ളത്. ഇൻസുലിൻ മര്യാദയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ വരുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസുലിൻ മേക്സ് ബോഡി മേക്സ് ഇൻസുലിൻ ബട്ട് ഡസൻ യൂസ് കറക്റ്റ്ലി. അതാണ് ടൈപ്പ് 2 ഡയബറ്റിസ്. ഓക്കെ, മെയിനായിട്ട് വലിയ ആൾക്കാരിലൊക്കെ ടൈപ്പ് 1 അധികം പിള്ളേരിലാണ് കാണാം, ടൈപ്പ് 2 അഡൾട്ട്സിലും. ഓക്കെ, പിന്നെ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് പാൻക്രിയാസ് ആണ്. ഓക്കെ, പാൻക്രിയാസ് ആണ്. പിന്നെ കുറെ ലിവർ ഡിസീസ്, ഗോൾ സ്റ്റോൺസ്, അതൊരു ഗോൾ സ്റ്റോൺസ് ഗോൾ ബ്ലാഡറിൽ കല്ലുണ്ടാവുക, ഗോൾ സ്റ്റോൺ. പിന്നെ ഗാസ്ട്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഇൻ യുവർ ലൈനിങ്. പിന്നെ മംസ്, വൈറൽ ഇൻഫെക്ഷൻ, ഫൈറോയിഡ്, നേരത്തെ പറഞ്ഞല്ലോ. ഡെന്റൽ കാരിയസിന്റെ പറഞ്ഞാൽ പല്ലിന് കേടുവരിക, ടൂത്ത് ലീക്ക്, കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ, ഗാസ്ട്രോഎൻറ്ററൈറ്റിസ്, ലാക്ടോസ് ഇൻടോളറൻസ്. അതായത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ ലാക്ടോസ്, ഈ പാൽ ടൈപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും ഡൈജസ്റ്റ് ആവാത്തൊരവസ്ഥ. ഒരു 30+ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് വരുന്ന പ്രശ്നമാണ് ഈ ലാക്ടോസ് ഇൻടോളറൻസ്, അതായത് പാല് ദഹിക്കാത്തൊരവസ്ഥ. ഓക്കെ, അപ്പം ഗ്യാസ് വരും, പിന്നെ വയറിളക്കം വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഹെർണിയ ഉണ്ടാവുക, ഹെപ്പറ്റൈറ്റിസ് വരും, ലിവറിന്റെ ഇൻഫ്ലമേഷൻ. ഇതൊക്കെയാണ് എന്ത് നമുക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിൽ പറയാനുള്ളത്. ഇത് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക, കാരണം അത് റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്.
പിന്നെ എല്ലാത്തിനും മെഡിക്കൽ ടെർമിനോളജി പറഞ്ഞത് നോക്കി വെക്കുക. ഇത്രയും സാധനങ്ങൾ മാത്രം നോക്കി വെച്ചാൽ ഇതിന്റെ മെയിൻ ഓർഗൻസ് ഏതാണ്, അക്സസറി ഓർഗൻസ് ഏതാണ്, ഇതിന്റെ പേര് പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അങ്ങനത്തെ രീതിയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാവുന്നതുള്ള നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ പെട്ടെന്ന് ഒരു പ്രാവശ്യം ക്ലാസ് കേൾക്കുക. ഞാൻ വെച്ച എല്ലാ ഇമേജസും നോക്കുക. ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. നമ്മുടെ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആനസിൽ എൻഡ് ചെയ്യുന്നതാണ് ഡൈജഷൻ. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം അതാണ്. അതായത് നമ്മൾ ചവച്ചിട്ട് നേരെ എങ്ങോട്ട് പോകുന്നു, മുഖത്തുനിന്ന് നേരെ എങ്ങോട്ട് പോകുന്നു, പിന്നെ സ്റ്റൊമക്കിൽ എപ്പോൾ എത്തുന്നു, എങ്ങനെ എത്തുന്നു, അവിടെ എന്തൊക്കെ പ്രൊസീജിയർ നടക്കുന്നു, ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. പിന്നെ കുറച്ച് ഡിസീസസിന്റെ പേരുകളും പഠിച്ചു വെക്കുക. അതെന്താന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇൻ കേസ് ചോദിച്ചാൽ ബെറ്റർ ഈസ് ടു ആൻസർ. ഓക്കെ, അതായത് അല്ലെങ്കിൽ നിങ്ങൾ പറയും പിന്നെ കുറച്ച് കോമൺ ഡിസീസുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ അതൊന്ന് ഇന്റർവ്യൂലൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അവർ പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം നമ്മൾ എന്ത് പറയുന്നതിനനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യനും വരിക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സിസ്റ്റംസ് ഓരോന്ന് പഠിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സിസ്റ്റം എന്തിനു പഠിക്കുന്നു. അതായത് നിങ്ങൾ ജസ്റ്റ് എക്സാം പാസ്സാവാനോ അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ വേണ്ടി മാത്രമല്ല ഈ സിസ്റ്റം പഠിക്കുന്നത്. മെഡിക്കൽ കോഡിംഗ് എന്നുള്ളൊരു സംഭവം നിങ്ങൾ പഠിക്കുന്നതിന് അത് മെഡിക്കൽ എന്നുള്ളൊരു സാധനമുണ്ട്. കോഡിംഗ് മാത്രമല്ല മെഡിക്കൽ. അതിൽ മെഡിക്കലിലെ മെയിൻ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഇത് അനാട്ടമി. അനാട്ടമിയിൽ വരുന്നതാണ് നമ്മൾ ഈ സിസ്റ്റംസിനെ പറ്റി നമ്മൾ അനാട്ടമി ആൻഡ് ഫിസിയോളജി. അതിനാണ് നമ്മൾ ഈ സിസ്റ്റം പഠിക്കുന്നത് തന്നെ. ഈ സിസ്റ്റത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. അതായത് ഓരോ ഹ്യൂമൻ ബോഡി ഓരോ പാർട്സിന്റെ വേറെ പേര്, അതായത് മെഡിക്കൽ ടേംസ് എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ന പാർട്സ് ഏതൊക്കെ ഓർഗനിലാണ് വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഡുവോഡിനം. നിങ്ങൾക്ക് അറിഞ്ഞാലേ വാട്ട് ഇസ് ഡുവോഡനക്ടമി അതിന്റെ നിങ്ങൾക്കൊരു ഷീറ്റിൽ, അതായത് ഒരു പേഷ്യന്റ് റെക്കോർഡിൽ ഡുവോഡനക്ടമി കാണുമ്പോൾ വാട്ട് ഇസ് ഡുവോഡനം എന്ന് നിങ്ങൾക്ക് അറിയണം. എന്നാൽ ഡുവോഡനക്ടമി എന്താന്ന് അറിയണമെങ്കിൽ ആദ്യം ഡുവോഡനം എന്താണെന്ന് അറിയണം. അതുപോലെ എക്ടമി എന്നുള്ള സാധനം എന്താന്ന് അറിയണം. അതെന്താ ഡുവോഡനക്ടമി പറഞ്ഞാൽ എന്താ, ഡുവോഡനത്തിനെ സർജിക്കലി റിമൂവ് ചെയ്യുന്നതാണ് എന്താ പറയാ, ഡുവോഡനക്ടമി എന്ന് പറയാം. സോ ഇതൊക്കെ അറിയണം. നിങ്ങൾ പാർട്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ സിസ്റ്റത്തിലും എന്തൊക്കെ ഉണ്ടെന്നും അതിലെ മെയിൻ പാർട്സ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. അതിനാണ് നിങ്ങൾ ഈ സിസ്റ്റം പഠിക്കേണ്ടത്. സിസ്റ്റം ഒരിക്കലും കാണാപ്പാഠം പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മനസ്സിലാക്കുക. പിന്നെ എന്താ പറയാ, എക്സാമിന് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് എവിടേക്ക് ഏതൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ ICD സെക്കൻഡ് ബുക്കിൽ, അതായത് ICD ബുക്ക് രണ്ടും ഒന്നായിരിക്കും. പാർട്ട് 1 പാർട്ട് 2 ബുക്ക് ഒന്നും ഉണ്ടാവില്ല, ആകെ ഒരു ബുക്കേ ഉണ്ടാവുള്ളൂ. അതിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഓരോ ചാപ്റ്റർ തുടങ്ങും, ഓരോ സിസ്റ്റം തുടങ്ങുമ്പോൾ അതിൽ കുറച്ചൊരു എന്താ പറയുക സ്റ്റാർട്ടിങ് ആയിട്ട് ഇതുപോലെ ഈ ഓരോ ഓർഗൻസിനെ പറ്റിയും കാര്യങ്ങളും കുറച്ച് ഡിസീസസിനെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. വെറുതെ ഈ ക്ലാസ്സുകൾ മാത്രം കണ്ടിരിക്കരുത്. എന്തായാലും കൂടെ ബുക്കുകളും നോക്കുക. ബുക്കായിട്ട് നിങ്ങൾക്ക് ബന്ധം വേണം. ഓക്കെ, ഇതിപ്പോ ബേസിക് ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞാലേ നിങ്ങൾക്ക് ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു ഇതൊരു ക്ലാസ് കണ്ടതിന്. ഇനിയും മോർ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ആയിട്ട് എന്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു ഗൈസ്.